അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കെന്ന പോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതുവഴി നിങ്ങൾ മുത്തക്കികളായേക്കാം. സൂറ അൽ ബഖറ 183. നോമ്പ് നിർബന്ധമാക്കിയത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുവഴി നാം മുത്തക്കികളായി തീരുക എന്നതാണ്. എന്താണ് നോമ്പ്? ആരാണ് മുത്തക്കി? നോമ്പ് കൊണ്ട് മനുഷ്യൻ മുത്തക്കിയാകുന്നത് എങ്ങനെ? ഈ 3 പ്രശ്നങ്ങൾ സംബന്ധിച്ച് ബോധപൂർവമായ ഒരു കാഴ്ചപ്പാടുണ്ടായെങ്കിലേ നോമ്പിൻ്റെ ലക്ഷ്യം നേടാൻ നമുക്ക് കഴിയൂ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയ സംയോഗങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ് നോമ്പെന്ന് പൊതുവെ ധരിക്കപ്പെടുന്നുണ്ട്. എങ്കിൽ ഇതുകൊണ്ട് മനുഷ്യൻ മുത്തക്കിയാവുന്നത് എങ്ങനെ? വെറും വിശപ്പും ദാഹവും സംയോഗവർജനവും തഖ്വയുണ്ടാക്കുന്ന കാര്യങ്ങളാണോ? മുത്തക്കി എന്നാൽ വിശന്ന് ദാഹിച്ചു വലഞ്ഞ ഭോഗത്യാഗി എന്നാണോ? അല്ലെന്ന് തീർച്ച. മുത്തക്കി നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ ഇബാദത്തുകൾ കൃത്യമായി അനുഷ്ഠിക്കുന്നവൻ എന്നൊരു ഭാവനയാണ് മുത്തക്കി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പൊതുവെ ഉയർന്നു വരുന്നത്. എന്നാൽ വികലമായ ഒരു ഭാവനയാണിത്. മുത്തക്കിയെ സംബന്ധിച്ച ഖുർആനിക സങ്കല്പം വിശാലവും ഭദ്രവുമായ മറ്റൊന്നാണ്. എന്താണത്? അല്പം വിശദീകരിക്കാം. 1. നോമ്പ് നിർബന്ധമാക്കിയത് മുത്തക്കിയാകാൻ വേണ്ടിയാണെന്ന് നാം കണ്ടല്ലോ. അതായത് നാം നോമ്പ് അനുഷ്ഠിക്കണം, അതുവഴി മുത്തക്കിയാവുക എന്ന മറ്റൊരു കാര്യം നേടണം എന്നർത്ഥം. 2. സൂറ അൽ അൻആമിൽ ഇങ്ങനെ വായിക്കാം: പ്രവാചകരെ, അവരോട് പറയുക, വരുവിൻ, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മേൽ ചുമത്തിയ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഒന്നിനെയും അവൻ്റെ പങ്കാളിയാക്കരുത്, മാതാപിതാക്കളോട് നന്നായി വർത്തിക്കുക, ദാരിദ്ര്യം ഭയന്ന് സന്താനങ്ങളെ കൊല്ലരുത്, നാമാണ് നിങ്ങൾക്കും അവർക്കും ആഹാരം നൽകുന്നത്, നീചവൃത്തികളോട് അടുക്കരുത്, അത് തെളിഞ്ഞതാവട്ടെ ഒളിഞ്ഞതാവട്ടെ, അള്ളാഹു ആദരണീയമാക്കിയ ഒരു ജീവനെയും അന്യായമായി വധിക്കരുത്. ഈ കാര്യങ്ങൾ അവൻ നിങ്ങളോട് ഉപദേശിച്ചിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു പ്രവർത്തിച്ചെങ്കിലോ. അനാഥയുടെ മുതലിനോട് അടുത്തു പോകരുത്, നല്ല രീതിയിലല്ലാതെ, അവന് തൻ്റെ ഇടത്തിൻ്റെ പ്രായമാകുന്നതുവരെ. അളവ് തൂക്കങ്ങളിൽ നീതി പാലിക്കുക. ഓരോ മനുഷ്യൻ്റെ മേലും അവന് സാധ്യമാകുന്ന ഉത്തരവാദിത്തങ്ങളെ നാം ചുമത്തുകയുള്ളൂ. നിങ്ങൾ കാര്യം പറയുമ്പോൾ നീതിപൂർവം പറയുക. പ്രശ്നം സ്വന്തം ബന്ധുക്കളുടേത് തന്നെയാണെങ്കിലും അള്ളാഹുവിൻ്റെ പ്രതിജ്ഞ പാലിക്കുക. ഈ സംഗതികൾ അള്ളാഹു നിങ്ങളോട് ഉപദേശിച്ചിരിക്കുന്നു. നിങ്ങൾ ഉപദേശം സ്വീകരിച്ചെങ്കിലോ. ഇത് തന്നെയാണ് തൻ്റെ നേരായ മാർഗമെന്നും അവൻ അറിയിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അതിലൂടെ നടക്കണം, മറ്റു മാർഗങ്ങളിലൂടെ നടക്കരുത്. അവ നിങ്ങളെ അവൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് ശിഥിലീകരിക്കുന്നതാണ്. ഇവയാകുന്നു നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ. അതുവഴി നിങ്ങൾ മുത്തക്കികളായേക്കാം. സൂറ അൽ അൻആമിൽ 151 മുതൽ 153 വരെയുള്ള ആയത്തുകളുടെ പരിഭാഷയാണ്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ ബാധിക്കുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അവ അനുഷ്ഠിക്കുക വഴി മുത്തക്കിയാവുക എന്ന അവസ്ഥ നേടിയെടുക്കണമെന്നാണ് ഇവിടെയും ഉപദേശിച്ചിട്ടുള്ളത്. 3. ഇസ്രയേൽ സന്തതികളോട് അവരുടെ മേൽ തൂർ പർവ്വതം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹു ഒരു കരാർ വാങ്ങിയല്ലോ. തൗറാത്ത് മുറുകെ പിടിക്കുക, അതിലുള്ളത് ശരിക്കും ഓർക്കുക എന്നായിരുന്നു ആ കരാറിൻ്റെ ഉള്ളടക്കം. വിശ്വാസം മുതൽ രാഷ്ട്രീയവും അന്താരാഷ്ട്രപരവുമായ പ്രശ്നങ്ങൾ വരെയുണ്ട് തൗറാത്തിൽ. അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് മുത്തക്കി എന്ന ഗുണം നേടിയെടുക്കണം എന്ന് തന്നെയാണ് അവിടെയും അള്ളാഹു പറയുന്നത്. 4. മനുഷ്യവംശത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഖുർആൻ്റെ മറ്റൊരു പ്രഖ്യാപനം ഇതാ: ഓ മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥന് ഇബാദത്ത് ചെയ്യുക, അതുവഴി നിങ്ങൾ മുത്തക്കികളായേക്കും. ഇവിടെ ഇബാദത്തിലെ ഒന്നോ അതിലധികമോ കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയാതെ ഇബാദത്തിനെ ഒട്ടാകെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇബാദത്തുകൾ അഖിലം, അത് ഏത് തരത്തിൽപ്പെട്ടതായാലും മുത്തക്കിയാകാനുള്ള ഉപാധിയാണ്. അതായത് ഇബാദത്തുകൾ അനുഷ്ഠിക്കുക വഴി മുത്തക്കിയായി തീരണം. ഇബാദത്തുകൾക്ക് പുറമേയുള്ള ഇബാദത്തുകൾ വഴി ഉണ്ടാകേണ്ട മറ്റൊരവസ്ഥയാണ് മുത്തക്കി എന്നതെന്ന് ഈ സൂക്തവും കുറിക്കുന്നു.
മറ്റൊരു ഭാഷയിൽ ഈമാൻ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത് കൊണ്ട് മാത്രം ഒരാൾ മുത്തക്കിയാവുന്നില്ല. ഇസ്ലാം കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത് കൊണ്ട് മാത്രവും മുത്തക്കിയാവുകയില്ല. ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും എല്ലാം അംഗീകരിച്ച ഒരാൾ കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ശീലമാണെങ്കിൽ മുത്തക്കിയല്ല. ഒരാളുടെ ജീവിതം മറ്റു മേഖലകളിലെല്ലാം ശരി, പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിക്കുന്നില്ലെങ്കിൽ അദ്ദേഹവും മുത്തക്കിയല്ല. എങ്കിൽ പിന്നെ ആരാണ് മുത്തക്കി? ജീവിതത്തിൻ്റെ സകല തുറയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് മുഴുവൻ ജീവിതത്തെയും അവൻ ഇഷ്ടപ്പെടും വിധം രൂപപ്പെടുത്തുകയും ജീവിതത്തിൻ്റെ ഒരു കോണിലും അവൻ ഇഷ്ടപ്പെടാത്തതൊന്നും സംഭവിക്കാൻ അനുവദിക്കാതെ സൂക്ഷ്മതയോടും ഭയഭക്തിയോടും കൂടി ജീവിതം നയിക്കുകയും ചെയ്യുക, ഇതാണ് തഖ്വ. അങ്ങനെ ജീവിക്കുന്നവരാണ് മുത്തക്കി എന്ന് മേലുദ്ധരിച്ച സൂക്തങ്ങളുടെയും ഖുർആനിലെ മറ്റു പരാമർശങ്ങളുടെയും വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വൈകാരികമായോ മറ്റോ വല്ല അബദ്ധവും ഇടയ്ക്ക് സംഭവിച്ചു പോയാൽ ഉടനെ പശ്ചാത്തപിച്ചു മടങ്ങുക എന്ന സ്വഭാവം നിലനിൽക്കുന്നുവെങ്കിൽ ആ അബദ്ധം തഖ്വയെ ഹനിക്കുന്നില്ല. മുത്തക്കി എന്ന അവസ്ഥയ്ക്ക് അത് കോട്ടം തട്ടിക്കുന്നുമില്ല എന്നുകൂടി ഗ്രഹിക്കുക. ആകയാൽ മനുഷ്യൻ്റെ മുഴുവൻ ജീവിതത്തെയും ഒരുപോലെ ചൂഴ്ന്നു നിൽക്കുന്ന ഭദ്രവും സമഗ്രവുമായ ഒരാശയമാണ് മുത്തക്കി എന്ന പദത്തിനുള്ളത് എന്ന് വ്യക്തം. ഇത്രയും സമഗ്രമായ ഒരാശയം അതിനുള്ളത് കൊണ്ടാണ് പ്രവാചകന്മാരുടെ പ്രഥമ പ്രഖ്യാപനങ്ങളിൽ തന്നെ അല്ലാ തത്തക്കൂൻ, അഫലാ തത്തക്കൂൻ എന്നിങ്ങനെയുള്ള ലക്ഷ്യസൂചകവും പ്രേരണാത്മകവുമായ ചോദ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. സൂറ അൽ-അഅറാഫ് 65. ഇദ് ഖാല ലഹും അഖൂഹും നൂഹുൻ അല്ലാ തത്തഖൂൻ. സൂറ ശുഅറ 106. അള്ളാഹു മുത്തക്കികളെ സ്നേഹിക്കുന്നു. ഫ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അള്ളാഹു മുത്തക്കികളെ സ്നേഹിക്കുന്നു. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. അള്ളാഹു മുത്തക്കികളോടൊപ്പമാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അന്തിമ വിജയം മുത്തക്കികൾക്കാണ്. അൽ-അറാഫ് 168. ഹുദൻ ലിൽ മുത്തഖീൻ. ഖുർആൻ മുത്തക്കികൾക്കാണ് മാർഗദർശകമാവുന്നത്. ഇങ്ങനെയെല്ലാം ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ മുത്തക്കിയുടെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടേണ്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനൻ വയുക്കഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫളിൽ അലീം. വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വയുള്ളവരാവുകയാണെങ്കിൽ ശരിതെറ്റുകളെ വേർതിരിച്ചറിയാനുള്ള വിവേചന ശക്തി നിങ്ങൾക്കവൻ നൽകുന്നതാണ്. നിങ്ങളുടെ തിന്മകളെ ദൂരീകരിക്കുകയും പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. അള്ളാഹു മഹത്തായ ഔദാര്യമുള്ളവനാകുന്നു. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ അവന് എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം അള്ളാഹു ഒരുക്കിക്കൊടുക്കും. അവൻ ഊഹിക്കുക പോലും ചെയ്യാത്ത മാർഗത്തിലൂടെ അവന് വിഭവമരുളുകയും ചെയ്യും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. ആരല്ലാഹുവിനോട് ഭയഭക്തി പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നുവോ അയാളുടെ കാര്യത്തിൽ അള്ളാഹു ആശ്വാസമുണ്ടാക്കി കൊടുക്കും. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖു ലഫത്തഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. നാടുകളിലെ നിവാസികൾ വിശ്വസിക്കുകയും തഖ്വയുടെ പാത സ്വീകരിക്കുകയുമാണെങ്കിൽ നാം അവർക്ക് ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നതാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം ഫഖീന ബിമാ ആതാഹും റബ്ബുഹും. മുത്തഖികൾ അവിടെ ഉദ്യാനങ്ങളിലും സൗഭാഗ്യങ്ങളിലുമായിരിക്കും. അവരുടെ നാഥൻ അവർക്ക് നൽകിയ വിഭവങ്ങളിൽ ആനന്ദിച്ചു കൊണ്ടിരിക്കും. മുത്തഖികൾക്കാണ് പരലോകത്തിൽ സ്വർഗീയ സുഖാനന്ദങ്ങളെന്ന് ഖുർആൻ പല വിധങ്ങളിലായി ധാരാളമിടങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ ഒരിടത്ത് അല്ലാഹു ഇങ്ങനെ തന്നെ പറയുകയുണ്ടായി, വൽ ആഖിറത്തു ഇൻദ റബ്ബിക ലിൽ മുത്തഖീൻ. പരലോകം നിന്റെ നാഥങ്കൽ മുത്തഖികൾക്ക് മാത്രമുള്ളതത്രേ. വിശദീകരണം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ് ഇപ്പറഞ്ഞതൊക്കെ. ഒന്നുകൂടി ചുരുക്കി പറയട്ടെ. ഒരാൾ മുത്തക്കിയാവുകയാണെങ്കിൽ തൻ്റെ തിന്മകൾ മറയ്ക്കപ്പെടും, പാപങ്ങൾ പുറത്തു കിട്ടും. ഏതു പ്രശ്നത്തിൻ്റെയും ന്യായാന്യായങ്ങളും ശരിതെറ്റുകളും വേർതിരിച്ചറിയാനുള്ള ഒരു വിവേചന ശക്തി ലഭ്യമാകും. പ്രയാസങ്ങൾ ലഘൂകരിക്കപ്പെടും, പ്രതിസന്ധികൾക്ക് തുറസ്സു കിട്ടും,
ഊഹിക്ക പോലും ചെയ്യാത്ത മാർഗങ്ങളിലൂടെ വിഭവങ്ങൾ ലഭ്യമാകും. നാട്ടുകാർ മൊത്തത്തിൽ മുത്തക്കികളായി കഴിഞ്ഞാൽ ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും അളവറ്റ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കിട്ടും. പരലോക അനുഗ്രഹങ്ങളാവട്ടെ മുത്തക്കികൾക്ക് മാത്രം ഉള്ളതു. അള്ളാഹു അറിയിച്ചതാണിതൊക്കെ. ഇതിൽ കവിഞ്ഞ് മറ്റെന്തൊരു നേട്ടമാണ് മനുഷ്യന് കൊതിക്കുവാനുള്ളത്? മുത്തക്കിയുടെ മാഹാത്മ്യവും ഗാംഭീര്യവും ഇപ്പോൾ വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുമല്ലോ. ആഴ്ചതോറും വെള്ളിയാഴ്ച കുത്തുബയിൽ തക്കുവ കൊണ്ട് ഉപദേശിക്കൽ നിർബന്ധമാക്കിയതിലടങ്ങിയ രഹസ്യവും ഇപ്പോൾ മനസ്സിലായിരിക്കും എന്ന് കരുതുന്നു. നോമ്പ് കൊണ്ട് മനുഷ്യനെ ഇത്തരം ഒരു മുത്തക്കിയായി ഉയരാൻ കഴിയണം എന്നും നോമ്പതിന് പറ്റിയ ആയുധമാണ് എന്നും വെച്ചുകൊണ്ടാണ് അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. ഇത്രയും കരുത്തുറ്റ ഈ നോമ്പിനെ നമുക്കൊന്ന് പഠിക്കാം. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയ ഭോഗങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ് നോമ്പ് എന്ന് പറയുമ്പോൾ പൊതുവെ ധരിക്കപ്പെടുന്നതെന്ന് നാം നേരത്തെ പറഞ്ഞു. നോമ്പിൻ്റെ ബാഹ്യ ചട്ടക്കൂടാണിത് എന്നതിൽ സംശയമില്ല. യഥേഷ്ടം തിന്നു കുടിച്ച് മതിച്ചു നടക്കുവാൻ കഴിയുക എന്നതാണല്ലോ ഭൂമിയിൽ മനുഷ്യൻ്റെ ഭൗതികമായ ഏറ്റവും വലിയ സുഖാവസ്ഥ. സ്വർഗീയ സുഖാനന്ദങ്ങൾ ചിത്രീകരിക്കപ്പെടുന്നതും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. എന്നാൽ നോമ്പ് ഈ അവസ്ഥയ്ക്ക് കടിഞ്ഞാണിടുന്നു. മനുഷ്യൻ ഈ 3 കാര്യങ്ങളും റമദാനിലെ പകൽ സമയത്ത് പൂർണ്ണമായും ത്യജിക്കുക തന്നെ വേണം. ഈ ത്യാഗം മനുഷ്യന് തഖ്വാമയമായ ഒരു ജീവിതം നയിക്കുവാൻ സഹായകമാകുമോ? ആകുമെന്നാണ് ശരീര മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. തടിച്ചു വളുവളുത്തതും ദേഹേച്ഛയ്ക്കൊത്ത് ചാഞ്ചാടുന്നതുമായ ശരീരത്തെ നിയന്ത്രിച്ച് ഭദ്രമാക്കി നിർത്താനും അനിയന്ത്രിതമായി പരന്നു ചിതറുന്ന മനസ്സിനെ ഏകാഗ്രതയോടെ ഒരേ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കുവാനും ഈ നിയന്ത്രണം സഹായകമാകുമെന്നാണ് അവരുടെ പക്ഷം. തഖ്വയാണ് ആ ലക്ഷ്യമെങ്കിൽ മനസ്സിനെ അതിലേക്ക് സ്വോദ്ദേശം തിരിച്ചുവിടണം എന്ന് മാത്രം. വിശദാംശങ്ങൾ ശാസ്ത്രജ്ഞന്മാർക്ക് വിട്ടുകൊടുക്കുക. ഒരു കാര്യം മാത്രം ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. യുവസമൂഹത്തോട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കണം. വല്ല കാരണത്താലും സാധ്യമല്ലാതെ വന്നാൽ നിങ്ങൾ നോമ്പ് നോറ്റുകൊള്ളണം. കാരണം അത് ഒരു ഉടക്കലാണ്. ഭക്തിമയമായ ഒരു നിയന്ത്രിത ജീവിതം കെട്ടിപ്പടുക്കാൻ മനുഷ്യൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഈ നിയന്ത്രണം അതിന് സഹായകമാകും എന്ന് തന്നെയാണല്ലോ ഈ തിരുവചനം സൂചിപ്പിക്കുന്നത്. ഇരിക്കട്ടെ, ഇതുമാത്രമാണോ നോമ്പ്? അല്ല, ഒരിക്കലുമല്ല. നോമ്പിൻ്റെ ബാഹ്യവും നിയമപരവുമായ ചട്ടക്കൂട് മാത്രമാണിത്. ആന്തരികവും ആധ്യാത്മികവുമായ മറ്റു ചില വശങ്ങൾ കൂടിയുണ്ട് നോമ്പിന്. തിരുമേനി വളരെ വ്യക്തമായി അവ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ആ വശങ്ങൾ കൂടി ഗ്രഹിക്കുമ്പോൾ നോമ്പ് മനുഷ്യനെ മുത്തക്കിയാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ശരിക്കും ബോധ്യപ്പെടും. അവ ചുരുക്കത്തിൽ: 1. നോമ്പുകാരൻ തെറ്റായ ഒരു വാക്കുപോലും പറഞ്ഞു പോകരുത് എന്ന് തിരുമേനി കൽപ്പിച്ചു. നോമ്പില്ലെങ്കിലും തെറ്റു പറയാവതല്ലോ. പിന്നെ പറഞ്ഞതിൻ്റെ താല്പര്യം? സാധാരണഗതിയിൽ തെറ്റു പറഞ്ഞാൽ അതിൻ്റെ സാധാരണഗതിയിലുള്ള അനന്തരഫലം മാത്രമേ മനുഷ്യൻ അനുഭവിക്കേണ്ടതുള്ളൂ. നോമ്പുകാരനാണ് തെറ്റു പറയുന്നതെങ്കിൽ അതോടെ തൻ്റെ നോമ്പിൻ്റെ ലക്ഷ്യം നഷ്ടപ്പെടുകയും നോമ്പ് വെറും പട്ടിണി മാത്രമായി അവശേഷിക്കുകയും ചെയ്യും എന്ന ഒരു തിക്തഫലം കൂടി അതിനുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് തിരുമേനി. ഭക്തിമയവും സൂക്ഷ്മതയോടുകൂടിയതുമായ അഥവാ തഖ്വാമയമായ ജീവിതം നയിക്കുന്നവനായി മനുഷ്യനെ വളർത്തിയെടുക്കാനാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത്. മനുഷ്യൻ നോമ്പും നോറ്റ് കളവും പരദൂഷണവും അസഭ്യങ്ങളും തോന്നിവാസങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അവൻ എങ്ങനെ മുത്തക്കിയാവും? തന്നെ മുത്തക്കിയാക്കാൻ പറ്റാത്ത ഒരു പട്ടിണിയുമായി അവൻ എന്തിന് കഷ്ടപ്പെടണം? തെറ്റായ വാക്കുകൾ പറയാതിരിക്കാൻ നോമ്പുകാരൻ സന്നദ്ധനാവുന്നില്ലെങ്കിൽ പിന്നെ അവൻ വെറുതെ ആഹാര പാനീയ ഭോഗങ്ങൾ ഉപേക്ഷിക്കേണ്ട ഒരാവശ്യവും അള്ളാഹുവിനില്ല. അത്തരമൊരു പട്ടിണി അള്ളാഹു അവനിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല. അതിനാൽ നോമ്പുകാരൻ തൻ്റെ നാക്കിനെ പൂർണ്ണമായും നിയന്ത്രിക്കുക തന്നെ വേണം. ഒരൊറ്റ തെറ്റും പറയാതിരിക്കാൻ സൂക്ഷിക്കണം. ഇനി വൈകാരികമായി വല്ലതും സംഭവിച്ചു പോയാൽ ഉടനെ പശ്ചാത്തപിച്ച് മടങ്ങുകയും വേണം. അങ്ങനെ 1 മാസം തുടർച്ചയായി നാക്കിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞാൽ തൻ്റെ ആയുഷ്കാലമഖിലം തഖ്വാമയമായ ഒരു ജീവിതം നയിക്കുന്നതിന് അതവന് തീർച്ചയായും സഹായകമായി തീരും. ഇതാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ പൊരുൾ. 2. തെറ്റായ വാക്കു മാത്രമല്ല, നോമ്പുകാരൻ തെറ്റായ പ്രവൃത്തിയും ചെയ്തു പോകരുതെന്ന് തിരുമേനി താക്കീത് ചെയ്തിരിക്കുന്നു. തെറ്റായ വാക്കിനെപ്പറ്റി നാം ഇപ്പോൾ വിശദീകരിച്ചതെല്ലാം തെറ്റായ പ്രവൃത്തിക്കും ബാധകമാണ് എന്ന് മനസ്സിലാക്കുക.
അതിനി ആവർത്തിക്കുന്നില്ല. 3. നോമ്പുകാരൻ തെറ്റായ വാക്കും പ്രവൃത്തിയും ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, അതിൽ കവിഞ്ഞ് വേറെ ചിലത് കൂടി പാലിക്കേണ്ടതുണ്ടെന്ന് തിരുമേനി നിർദ്ദേശിച്ചിരിക്കുന്നു. അതായത് സഭ്യേതര വാക്കുകൾ ഉപയോഗിക്കുന്നതും അന്തസ്സിനും മാന്യതയ്ക്കും നിരക്കാത്ത വിധം ഉച്ചത്തിലും അട്ടഹസിച്ചും സംസാരിക്കുന്നത് പോലും നോമ്പുകാരന് അനുയോജ്യമല്ല എന്നാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നോമ്പുകാരൻ അത്രയ്ക്കും വിനയാന്വിതനും മാന്യനും സൂക്ഷ്മത പാലിക്കുന്നവനുമായിരിക്കണം എന്ന് അർത്ഥം. 4. നോമ്പിനെ ഒരു ആയുധമാക്കാനുള്ള പ്രായോഗിക രൂപം തിരുമേനി വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്ര കടുത്ത പ്രകോപനമുണ്ടായാലും ഉത്കൃഷ്ടമായ ഈ നിയന്ത്രിത അവസ്ഥയിൽ നിന്ന് വഴുതി പോകരുതെന്നാണ് തിരുമേനി ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ആരെങ്കിലും ചീത്ത പറഞ്ഞെന്ന് വരട്ടെ, അഥവാ നിങ്ങളോട് കലഹിക്കാൻ തന്നെ വന്നെന്നിരിക്കട്ടെ, നിങ്ങളുടെ സമനില തെറ്റിപ്പോകരുത്. നിങ്ങൾ അവനോട് പറയണം, സഹോദരാ, ഇത്തരം അവിവേകങ്ങൾക്കൊന്നും ഞാനില്ല, എനിക്കത് അനുയോജ്യവുമല്ല, ഞാൻ നോമ്പ് നോറ്റിരിക്കുകയാണ്. നോമ്പിൻ്റെ പവിത്രതയ്ക്ക് ചേർന്നതല്ല ഇതൊന്നും. നിന്റെ ഈ ആക്രമണത്തെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ സാധാരണഗതിയിൽ എനിക്ക് അനുവാദമുണ്ടെങ്കിലും നോമ്പുകാരൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ അതെനിക്ക് ഉപയോഗിച്ചുകൂടാ. നോമ്പ് വഴി മുത്തക്കിയാകണമെന്ന ലക്ഷ്യം അതുമൂലം നഷ്ടപ്പെട്ടു പോകും എന്നത് തന്നെ കാരണം. ഇതാണ് നോമ്പിനെ ആയുധമാക്കുന്നതിനുള്ള പ്രായോഗിക രൂപം. ഈ 4 കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യനെ മുത്തക്കിയാകാൻ തികച്ചും പര്യാപ്തമായ ഒരു മാർഗമാണ് നോമ്പെന്നും നിങ്ങൾ തക്കവയുള്ളവരായേക്കാം എന്ന് അല്ലാഹു പറഞ്ഞത് പൂർണ്ണമായും പ്രായോഗികമാണെന്നും അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. നാം ബോധപൂർവം തീരുമാനമെടുക്കുന്നുണ്ടോ ഇല്ലേ എന്നത് മാത്രമാണ് പ്രശ്നം. സവിശേഷതകൾ. 1. മനുഷ്യനെ ഭൂജീവിതത്തിൽ അവന് പ്രാപിക്കാവുന്ന ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് നയിക്കുന്നതും പരജീവിതത്തിൽ അവന് ശാശ്വത വിജയം ഉറപ്പുവരുത്തുന്നതുമായ ആ ദിവ്യഗ്രന്ഥം അഥവാ ഖുർആൻ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട മാസം എന്ന നിലയ്ക്ക് റമളാനിന് മറ്റു മാസങ്ങളെക്കാൾ ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റമളാനിനെ തന്നെ അവസാനത്തെ 10 ദിവസങ്ങൾക്ക് ആദ്യത്തെ 2 പത്തുകളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അവസാനത്തെ 10 അതിമഹത്തായ വിധി നിർണയ രാത്രിക്ക് അഥവാ ലൈലത്തുൽ ഖദറിന് 1000 മാസങ്ങളെക്കാൾ കൂടുതലാണ് ശ്രേഷ്ഠത. ഖുർആന്റെ അവതരണ ആരംഭം ആ രാത്രിയിലാണല്ലോ. അക്കാരണത്താൽ തന്നെ എല്ലാ വർഷവും ഭൂവാസികളുടെ അടുത്ത വർഷത്തേക്കുള്ള ഭാഗധേയ നിർണയ രാത്രിയായും ലൈലത്തുൽ ഖദർ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. 2. വിശ്വാസി ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അല്ലാഹു 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകാറുണ്ട്. എന്നാൽ നോമ്പിൻ്റെ കാര്യം അവൻ പ്രത്യേകം പരിഗണിച്ചിരിക്കുകയാണ്. അല്ലാഹു തന്നെ പറയട്ടെ, ഞാൻ നിരോധിച്ചു എന്ന ഏക കാരണത്താൽ എൻ്റെ അടിമ ഈ ഭൂമിയിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഖാവസ്ഥ അഥവാ യഥേഷ്ടം തിന്നു കുടിച്ച് മതിച്ചു നടക്കുക എന്ന നിലപാട് ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നിൽ ദൃഢമായ വിശ്വാസമുള്ളതുകൊണ്ടും വമ്പിച്ച പ്രതിഫലം ഞാൻ നൽകുമെന്ന ശക്തമായ പ്രതീക്ഷയുള്ളതുകൊണ്ടുമാണ് പ്രയാസകരമായ ഈ കാര്യം അവൻ ചെയ്യുന്നത്. അതിനാൽ ഞാൻ അവനെ ഒട്ടും നിരാശപ്പെടുത്തുകയില്ല, അളവറ്റ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ പ്രതികരണമാണിത്. ഈ പ്രതികരണവും നേരത്തെ പറഞ്ഞ പരിഗണനകളും നോമ്പിൻ്റെ ബാഹ്യ ചട്ടക്കൂടിനെ എത്രയും ജീവസുറ്റതാക്കി തീർക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റ് താല്പര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടി മാത്രം നോമ്പനുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ ലഭ്യമാകുന്ന ഈ പ്രതികരണം തന്നെ ധാരാളമല്ലേ മനുഷ്യന്. 3. നോമ്പുകാരന് വിശപ്പും ദാഹവും വർദ്ധിച്ചു കൊണ്ടിരിക്കും. വൈകുന്നേരമാവുമ്പോഴേക്ക് അത് മൂർധന്യതയിലെത്തും. അതോടൊപ്പമതാ മറ്റൊരു പ്രതിഭാസം കൂടി വളർന്നു വരുന്നു. ആഹാരപാനീയങ്ങൾ ചെല്ലാത്തതുകൊണ്ട് വരണ്ടുണങ്ങുന്ന വായയ്ക്ക് ഒരുതരം ദുർഗന്ധം. നമസ്കാരത്തിലും സംഭാഷണങ്ങളിലുമൊക്കെ സമീപത്തുള്ളവരെ അത് വിഷമിപ്പിക്കുന്നു. തന്നിമിത്തം സ്വയം തന്നെയും വിഷമിക്കുന്നു. അള്ളാഹുവിനു വേണ്ടി വരണ്ടുണങ്ങിയ വായിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഈ നാറ്റത്തെപ്പറ്റി അള്ളാഹുവിൻ്റെ പ്രതികരണം എന്തെന്നോ? നോമ്പുകാരൻ്റെ വായ്നാറ്റം അള്ളാഹുവിങ്കൽ കസ്തൂരി മണത്തെക്കാൾ അഭികാമ്യമായ സുഗന്ധമാണ് എന്ന്. എത്ര ഹൃദയാവർജകമായിരിക്കുന്നു ഈ സാന്ത്വനപ്പെടുത്തൽ. 4. അത്യന്തം ഹൃദ്യവും ആനന്ദകരവുമായ 2 സന്ദർഭങ്ങളുണ്ട് നോമ്പുകാരൻ. ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ തന്നെ, മറ്റൊന്ന് തൻ്റെ നാഥനെ കണ്ടുമുട്ടുമ്പോഴും. നോമ്പുകാരനെ സ്വാഗതം ചെയ്യാൻ റയ്യാൻ എന്ന പേരിൽ സ്വർഗത്തിനൊരു പ്രത്യേക കവാടം തന്നെ തയ്യാറാക്കി വച്ചിരിക്കുന്നു. മറ്റാർക്കും അതിലൂടെ പ്രവേശനമുണ്ടായിരിക്കുകയില്ല. 6. റമളാൻ 1-ാമത്തെ രാത്രി മുതൽ തന്നെ അള്ളാഹു വാനലോകത്ത് ഒരു പ്രത്യേക മലക്കിനെ ഏർപ്പെടുത്തുന്നു.
നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ മുന്നോട്ട് വരൂ, അതിനേറ്റവും പറ്റിയ സുവർണ അവസരമാണിത്. തിന്മയുദ്ദേശിക്കുന്നവനെ നിർത്തൂ അപ്പണി എന്ന് ആ മലക്ക് സദാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. റമദാനിലെ ഓരോ രാത്രിയിലും അള്ളാഹു നോമ്പുകാരിൽ കുറേ പേരെ നരകമോചിതരാക്കുന്നു, അതായത് അവർ നരകത്തിൽ പോകയില്ല എന്ന് തീരുമാനിക്കുന്നു. 8. റമദാനിലെ ആദ്യ ദിനം മുതൽ തന്നെ ഉപദ്രവകാരികളായ പിശാചുക്കളെ ചങ്ങലക്കിടുന്നു. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, നരക കവാടങ്ങൾ അടയ്ക്കപ്പെടുന്നു. 9. ഭൂവാസികളുടെ അടുത്ത വർഷത്തേക്കുള്ള ഭാഗധേയങ്ങൾ നിർണയിച്ച് തീരുമാനിക്കുന്ന വിധിനിർണായകമായ ഒരു മഹാരാത്രി റമദാനിലുണ്ട്. അത് റമദാനിലെ അവസാനത്തെ 10-ലാണ്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണത്. 10. ചെയ്തുപോയ പാപങ്ങൾ പുറത്തു കിട്ടാൻ റമദാനിൽ 3 കാര്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. 1. പകലിൽ നോമ്പനുഷ്ഠിക്കുക. 2. രാത്രി ധാരാളം നമസ്കരിക്കുക. 3. ലൈലത്തുൽ ഖദറിൽ ദീർഘമായി നമസ്കരിക്കുക. അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിച്ചും അവനിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്നതിൽ തികഞ്ഞ പ്രതീക്ഷ പുലർത്തിയും കൊണ്ടായിരിക്കണം ഈ 3 കാര്യങ്ങളും നിർവഹിക്കുന്നത്. 11. റമദാനിൽ ചെയ്യുന്ന എല്ലാവിധ നല്ല കാര്യങ്ങൾക്കും മറ്റു കാലത്ത് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലം നൽകപ്പെടും. തിന്നരുത്, കുടിക്കരുത്, സംയോഗം ചെയ്യരുത്, തെറ്റായ വാക്കും പ്രവൃത്തിയും അരുത്, അസംഭ്യങ്ങൾ അരുത്, കോലാഹലങ്ങൾ അരുത്, ഇങ്ങനെ കുറേ അരുതുകളുടെ സമാഹാരം മാത്രമാണോ നോമ്പ്? റമദാനിൽ ഇവ മാത്രമാണോ പാലിക്കേണ്ടത്? അല്ല, ഒരിക്കലുമല്ല. ഈ അരുതുകളോടൊപ്പം കുറേ അനുഷ്ഠാനങ്ങൾ കൂടി പാലിക്കുമ്പോഴേ നോമ്പും റമദാനും പൂർണ്ണമാകൂ. അല്പം വിശദീകരിക്കാം. മറ്റു കാലങ്ങളിൽ ചെയ്യുന്നതിൽ കൂടുതലായി ഇബാദത്തുകൾ ചെയ്യാൻ ഉദ്ദേശിക്കപ്പെട്ട കാലമാണ് റമദാൻ എന്ന കാര്യം തിരുമേനിയും സ്വഹാബത്തും മുസ്ലിം ലോകവും പ്രയോഗത്തിൽ തന്നെ തെളിയിച്ചു തന്നതാണ്. ഇബാദത്തിൽ തിരുമേനി മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് റമദാനിൽ കൂടുതൽ പരിശ്രമിക്കാറുണ്ടായിരുന്നു. റമദാനിൽ തന്നെ 1ഉം 2ഉം പത്തുകളെ അപേക്ഷിച്ച് അവസാനത്തെ 10-ലും വളരെ കൂടുതൽ ശ്രമിക്കാറുണ്ടായിരുന്നു. അവസാനത്തെ 10-ൽ തിരുമേനി അരമുറുക്കി ഒരുങ്ങും, ഭാര്യമാരെ വിളിച്ചുണർത്തും, ഉറങ്ങാതെ രാത്രി മുഴുവൻ ഇബാദത്തിൽ കഴിച്ചു കൂട്ടും. ഉദാഹരണമായ തിരുമേനി റമദാനിൽ കൂടുതൽ ഉദാഹരണാകും. അവസാനത്തെ 10-ൽ ജിബ്രീലുമായി ഒത്തുചേരുന്ന ഘട്ടത്തിൽ തിരുമേനി അത്യന്തം ഉദാഹരണാകും. അത്യുഷ്ണം കൊണ്ട് ഉണങ്ങി വരണ്ട് ദാഹിച്ചു വലഞ്ഞ ഒരു ജനത മഴയുടെ മുന്നോടിയായ കാർമുകലിനെയും വഹിച്ചുകൊണ്ടുള്ള കാറ്റിനെ കാണുമ്പോൾ എത്ര കണ്ട് ആഹ്ലാദചിത്തരും പ്രതീക്ഷാ നിർഭരരുമായിരിക്കും എന്നും തുടർന്ന് ലഭിക്കുന്ന മഴ മൂലം എന്തെല്ലാം അനുഗ്രഹങ്ങളാൽ സൗഭാഗ്യവാന്മാരായിരിക്കുമെന്നും ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവസാന 10-ൽ തിരുമേനി അത്തരം കാറ്റിനേക്കാൾ കൂടുതൽ ഉദാഹരണായിരിക്കും എന്നാണ് വിവരിക്കപ്പെട്ടിട്ടുള്ളത്. ദാനധർമ്മങ്ങളിൽ മാത്രമല്ല, ഗുണകാംക്ഷ, സ്നേഹം, പെരുമാറ്റം തുടങ്ങി എല്ലാ നന്മകളിലും മത്തുദാരനായിരിക്കും എന്നർത്ഥം. അവസാന 10-ൽ ജിബ്രീൽ തിരുമേനിയെ സമീപിക്കുമെന്ന് പറഞ്ഞല്ലോ. എന്തിനാണത്? മുഖ്യമായും 2 പേരും കൂടിയിരുന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ തന്നെ. തിരുമേനി ജിബ്രീലിനെ ഓതി കേൾപ്പിക്കും. ജിബ്രീൽ തിരുമേനിയെയും ഖുർആനിലെ ചില ഭാഗങ്ങൾ മാത്രമോ അല്ല മുഴുവൻ ഖുർആനും ഓതി കേൾപ്പിക്കും. ഇതിനൊക്കെ പുറമെ ആ ഘട്ടത്തിൽ തിരുമേനി പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയുമായിരിക്കും. എന്താണ് ഇഅ്തികാഫ്? ജനങ്ങളിൽ നിന്ന് മാറി പള്ളിയിൽ പ്രത്യേകം സജ്ജമാക്കപ്പെട്ട കൂടാരത്തിൽ മറ്റെല്ലാ ചിന്തകളും വിട്ട് ഏകാഗ്രചിത്തനായി ഖുർആൻ പാരായണം ചെയ്തും അതിൽ ചിന്തിച്ചും തസ്ബീഹ്, തഹ്മീദ്, തഹ്ലീൽ, തക്ബീർ, ദുആ, നമസ്കാരം തുടങ്ങിയവ നടത്തിയും രാജതമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് നിരന്തരം അടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതാണ് ഇഅ്തികാഫ്. തന്നോട് ഇவ்விധം അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ അടിമയെ യജമാനനും കരുണാമയനുമായ അള്ളാഹു എങ്ങനെ സ്വാഗതം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു തിരുവചനമിതാ: എൻ്റെ അടിമ ഒരു ചാൺ എന്നോട് അടുക്കുകയാണെങ്കിൽ ഞാൻ 1 മുഴം അങ്ങോട്ടടുക്കും. അടിമ 1 മുഴം ഇങ്ങോട്ടടുക്കുകയാണെങ്കിൽ ഞാൻ 1 മാറ് അങ്ങോട്ടടുക്കും. അവൻ എന്നിലേക്ക് നടന്നെടുക്കുകയാണെങ്കിൽ ഞാൻ അവനിലേക്ക് ഓടിയടുക്കും. എത്ര ആകർഷകമായിരിക്കുന്നു ഈ പ്രോത്സാഹനം! അല്പനേരത്തേക്കെങ്കിലും കണ്ണടച്ചിരുന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണിതൊക്കെ. തിരുമേനിയുടെ ഈ മാതൃക അന്നു മുതൽ ഇന്ന് വരെ മുസ്ലിം ലോകം അനുകരിച്ചു വന്നിട്ടുണ്ട്. ഏറ്റക്കുറവുകൾ കുറേയൊക്കെ ഉണ്ടെങ്കിലും ഇനി അന്ത്യനാൾ വരെ അനുകരിക്കുകയും ചെയ്യും ഇൻഷാ അള്ളാഹ്. തിരുമേനി കാണിച്ചു തന്ന ഇക്കാര്യങ്ങൾ കൂടി ആവുന്നിടത്തോളം നിർവഹിക്കുമ്പോൾ മാത്രമേ നമ്മുടെ നോമ്പും റമദാനും പൂർണ്ണമാവുകയുള്ളൂ. പുറമേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് അടിമ യജമാനിലേക്ക് അടുക്കുന്നതിന് ഇങ്ങനെയെല്ലാമുള്ള തീവ്ര യത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ അതാ വരുന്നു ലൈലത്തുൽ ഖദർ. എന്താണ് ലൈലത്തുൽ ഖദർ? ചുരുക്കി പറയാം, ഭൂവാസികളുടെ അടുത്ത ഒരു വർഷത്തേക്കുള്ള ഭാവി ഭാഗതയും സംബന്ധിച്ച് പ്രപഞ്ചനാഥൻ സുപ്രധാനങ്ങളായ വിധികൾ പ്രഖ്യാപിക്കുകയും അവ നടപ്പിൽ വരുത്താൻ തൻ്റെ ഉദ്യോഗസ്ഥന്മാരെ അഥവാ മലക്കുകളെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന മഹാരാത്രി. ഇതാണ് ലൈലത്തുൽ ഖദർ.
അല്പം വിശദീകരണം, മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഏറ്റവും നല്ലൊരു ചിത്രീകരണം. മലിക്കുന്നാസ്, അള്ളാഹു മനുഷ്യരുടെ രാജാവാണ്. ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ്, അത്യുന്നതനായ സാക്ഷാൽ രാജാവ്. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ള സകലതിൻ്റെയും ആധിപത്യം അള്ളാഹുവിന് മാത്രമാകുന്നു. വലം യകുല്ലഹു ശരീകും ഫിൽ മുൽക്ക്, ആധിപത്യത്തിൽ അവന് ഒരു പങ്കാളിയും ഇല്ല. വഹുവ റബ്ബുൽ അർശിൽ അളീം, മഹത്തായൊരു സിംഹാസനമുണ്ടവന്. അല്ലദീന യഹ്മിലൂനൽ അർഷ്, അവൻ്റെ സാമീപ്യം ലഭിച്ച മലക്കുകൾ അത് വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്തവാ അലൽ അർഷ്, അവൻ ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനാണ്. യുദബ്ബിറുൽ അംറു മിനസ് സമാഇ ഇലൽ അർദ്, ആകാശം മുതൽ ഭൂമി വരെ പ്രപഞ്ചമാസകലം അവൻ അടക്കി ഭരിക്കുന്നു. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, അവൻ്റെ ഭരണാധികാരം പ്രപഞ്ചമാസകലം ഉൾക്കൊള്ളുന്നു. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ്, സകല കാര്യങ്ങളുടെയും നിയന്ത്രണം എക്കാലത്തും അവന് മാത്രമാണ്. വഹുവ യഹ്കുമു ലാ മുഅഖ്ഖബ ലിഹുക്മിഹി, അവൻ വിധിക്കുന്നു, അത് തിരുത്താനോ പുനഃപരിശോധിക്കാനോ ആർക്കും സാധ്യമല്ല. അൽ മലഉൽ അഅല, അവനൊരു അത്യുന്നത സഭയുണ്ട്. ലാ യസ്മഊന ഇലൽ മലഇൽ അഅല വയുഖ്ദഫൂന ഫീ കുല്ലി ജാനിബിൻ, പിശാചുക്കൾക്ക് അപ്രാപ്യമാണത്. അവർ അവിടത്തെ സംഭാഷണങ്ങൾ ചോർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന പക്ഷം നിർദ്ദയം ആട്ടിയോടിക്കപ്പെടുന്നതാണ്. ഇത് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, പ്രധാന കാര്യങ്ങൾ കാലയെക്കൂട്ടി തന്നെ ചിലപ്പോഴൊക്കെ അള്ളാഹു ആ ഉന്നത സഭയെ അറിയിക്കും. മനുഷ്യനെ ഭൂമിയിൽ പ്രതിനിധിയാക്കുന്നത് സംബന്ധിച്ച സംഭാഷണമാണ് പറഞ്ഞത്. വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും അവന് വിവിധ തരത്തിലുള്ള സൈന്യങ്ങളും ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. പ്രപഞ്ചഭരണം അവരെ കൊണ്ടവൻ നടത്തിക്കുന്നു. ചുരുക്കത്തിൽ, പ്രപഞ്ചമാകുന്ന മഹാസാമ്രാജ്യത്തെ മലക്കുകൾ വഹിച്ചിട്ടുള്ള തൻ്റെ മഹാസിംഹാസനത്തിൽ ഉപവിഷ്ടനായിക്കൊണ്ട് തൻ്റെ വൻ സൈന്യവ്യൂഹങ്ങളും ഉദ്യോഗസ്ഥന്മാരും വഴി പങ്കാളികളാരുമില്ലാതെ ഏകനായി തന്നെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് രാജാധിരാജനായ അള്ളാഹു. അള്ളാഹുവിൻ്റെ ഈ ഭരണ സംവിധാനത്തിൽ ഭൂവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വാർഷിക ദിനമുണ്ട്. അന്ന് അടുത്ത ഒരു വർഷത്തേക്കുള്ള പ്രധാന കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നു. വ്യക്തികളുടെ, കുടുംബങ്ങളുടെ, രാഷ്ട്രങ്ങളുടെ, സമൂഹത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഭാവി ഭാഗധേയങ്ങൾ നിർണ്ണയിക്കപ്പെടുകയാണ്. അങ്ങനെ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ അന്ന് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുന്നു. പിന്നെ അവരത് സന്ദർഭാനുസരണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. മനുഷ്യലോകത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും മഹത്തായ സംഭാവന അഥവാ ഖുർആൻ ഭൂമിയിലേക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ആ അനുഗ്രഹീത രാത്രി തന്നെയാണ് ഈ വാർഷിക ദിനമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരാണ് ലൈലത്തുൽ ഖദർ. ഭൂവാസികളുടെ അടുത്ത വർഷത്തേക്കുള്ള ഭാഗധേയങ്ങൾ നിർണ്ണയിക്കപ്പെടുന്ന രാത്രി എന്ന് താല്പര്യം. സ്വാഭാവികമായും വളരെ മഹത്തായ ഒരു രാത്രി തന്നെയായിരിക്കുമല്ലോ അത്. 1400 പരം വർഷങ്ങൾക്ക് മുമ്പ് റമദാനിലെ ഒരു രാത്രിയിൽ മനുഷ്യകുലത്തിൻ്റെ രക്ഷാമാർഗത്തെക്കുറിച്ച് ഹിറാ ഗുഹയുടെ ഇരുണ്ട ഏകാന്തതയിൽ ചിന്താമഗ്നനായി കഴിഞ്ഞിരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ദിവ്യ സന്ദേശവുമായി സമീപിച്ച സന്ദേശവാഹകനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. തുടർന്ന് 23 വർഷങ്ങളിലായി ഖുർആൻ മുഴുവൻ എത്തിച്ചു കൊടുത്തതും അദ്ദേഹം തന്നെ. അള്ളാഹു കനിഞ്ഞരുളിയ ഈ സംഭാവന ഭൂവാസികൾ എങ്ങനെ ഏറ്റുവാങ്ങി? സാവേശം ഏറ്റുവാങ്ങിയ ഭാഗ്യവാന്മാർ ആര്? ധിക്കാരപൂർവ്വം തള്ളുകയോ അവഗണിക്കുകയോ ചെയ്ത നിർഭാഗ്യവാന്മാർ ആര്? എന്തെല്ലാം പരിവർത്തനങ്ങളാണ് ഭൂമിയിൽ അതുവഴി ഉണ്ടായത് എന്നൊക്കെ നേരിട്ട് കണ്ടറിയുവാനും ഭാഗ്യവാന്മാരെ അനുമോദിക്കുവാനും ജിബ്രീലിന് സ്വാഭാവികമായും താല്പര്യമുണ്ടായിരിക്കും. സർവജ്ഞനായ അള്ളാഹു അതാ അദ്ദേഹത്തിന് അവസരം നൽകുന്നു. അദ്ദേഹത്തോട് നിർദ്ദേശിക്കുകയാണ്, ബന്ധപ്പെട്ട കുറേയൊക്കെ മലക്കുകളെയും കൂട്ടി അടുത്ത വർഷത്തേക്ക് ഞാൻ പ്രഖ്യാപിച്ച എല്ലാ സുപ്രധാന തീരുമാനങ്ങളുമായി ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക. സ്ഥിതിഗതികൾ നേരിട്ട് കാണുക, നല്ലവരായ അടിമകളെ അനുമോദിക്കുക, അവർക്കെൻ്റെ സലാം പറയുക, അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുക. ഇത്തരമൊരു രാത്രി സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നന്മയും രക്ഷയും സമാധാനവുമല്ലാതെ മറ്റെന്ത് ആകാൻ? മനുഷ്യചരിത്രത്തിൻ്റെ അതിദീർഘമായ കാലഘട്ടങ്ങളിൽ ഒരു നീണ്ട കാലം കൊണ്ട് അഥവാ 1000 മാസങ്ങൾ കൊണ്ട് നേടാൻ കഴിയാത്തതിനേക്കാളേറെ നന്മകൾ ഈ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ലഭ്യമാക്കിയില്ലേ? ഖുർആനല്ലേ ഈ രാത്രിയിൽ ലഭിച്ച മഹാ അനുഗ്രഹം. മറ്റൊരു ഭാഷ്യപ്രകാരം ഈ ഒരു രാത്രിയിൽ മനുഷ്യൻ ചെയ്യുന്ന ഏതു നല്ല കാര്യവും ഇത്തരം രാത്രിയില്ലാത്ത 1000 മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഉത്കൃഷ്ടമായിരിക്കും. ഖുർആൻ സൂറത്തുൽ ഖദർ. നിസ്തുലമായ ഒരു സൗകര്യം അള്ളാഹു ഇവിടെ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നു.
ഒരു മുന്നറിയിപ്പും കൂടാതെ പെട്ടെന്ന് എപ്പോഴെങ്കിലുമാണ് നമ്മുടെ ഭാഗധേയം നിർണയിക്കുന്നതെങ്കിൽ നാം വലഞ്ഞത് തന്നെ. എന്തെന്നാൽ കഴിഞ്ഞ വർഷത്തെ ജീവിത റെക്കോർഡ് പൊതുവെയും നിലവിലുള്ള അവസ്ഥ പ്രത്യേകിച്ചും പരിഗണിച്ചുകൊണ്ടായിരിക്കുമല്ലോ അടുത്ത വർഷത്തേക്കുള്ള ഭാഗധേയങ്ങൾ നിർണയിക്കുന്നത്. നാം എത്ര തന്നെ ശ്രമിച്ചാലും വർഷം മുഴുവൻ തികഞ്ഞ ശ്രദ്ധയോടെ ജീവിതം നയിക്കുക എന്നത് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരം തന്നെയാണ്. പലപ്പോഴും അശ്രദ്ധ പിടികൂടിയിട്ടുണ്ടാകും. ചിലപ്പോഴൊക്കെ ഉന്നത ധാർമ്മിക നിലവാരത്തിൽ നിന്നോ സന്മാർഗത്തിൽ നിന്നോ തന്നെയുമോ പാളിപ്പോയെന്നും വരും. ആ അവസരം നോക്കി നമ്മെ പിടികൂടുകയും തദടിസ്ഥാനത്തിൽ മോശമായ ഭാഗധേയം പ്രഖ്യാപിക്കുകയും ചെയ്യാനാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശമെങ്കിൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യകരം തന്നെയായി. എന്നാൽ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് വിധി പ്രഖ്യാപിക്കുന്ന നാളാകുമ്പോഴേക്ക് സംതൃപ്തമായ ഒരവസ്ഥയിലേക്ക് ഉയരാൻ അവൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ വിവരിച്ച വിധം റമദാനിൽ പലതരം സൗകര്യങ്ങൾ അവൻ നമുക്ക് ഒരുക്കി തരികയും ചെയ്തിരിക്കുന്നു. വിധിനാൾ എപ്പോഴെന്ന വിവരം കാലേക്കൂട്ടി അറിയിക്കുകയുമുണ്ടായി. റമദാനിലെ ആദ്യത്തെ 2 പത്തുകളും അവസാനത്തെ 10 ഏതാനും ദിവസങ്ങളും ആ സംതൃപ്ത അവസ്ഥയിലേക്ക് ഉയരാനുള്ള സുവർണ അവസരങ്ങളായി അവൻ അനുഗ്രഹിച്ചരുളിയിരിക്കുകയാണല്ലോ. ഇതിൽ കവിഞ്ഞ് എന്താണിനി അവനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? നാം വിവേകികളാവുക, കൃതജ്ഞതാപൂർവം ഇതെല്ലാം ഓർക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. എന്നാൽ ഇന്ന് പൊതുവെ നമ്മുടെ അവസ്ഥ എന്താണ്? നോമ്പ് നോറ്റാൽ നാം എളുപ്പത്തിൽ കോപിക്കും. നിസ്സാരമായൊരു പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് നാം സമനില തെറ്റി കോരിത്തെരിക്കും. അട്ടഹസിക്കാനും ശണ്ട കൂടാനും വലിയ കാരണമൊന്നും വേണ്ടിവരില്ല. സ്വന്തം വീട്ടുകാർക്ക് പോലും നമ്മെ പേടിയാണ്. വല്ല കാര്യവും പറയാനുണ്ടെങ്കിൽ നോമ്പ് തുറന്നിട്ടാകാം എന്ന് വെക്കുകയാണവർ. പകൽ നഷ്ടപ്പെട്ട അന്നപാനീയങ്ങൾക്ക് പകരം ഉയർന്ന തരം വിഭവങ്ങൾ ശേഖരിക്കുന്നതിലാണ് പലരുടെയും മുഖ്യ ശ്രദ്ധ. ചായ കഴിക്കാത്തത് മൂലമുള്ള വെറി നേരത്തെ തന്നെയുണ്ട്. വൈകുന്നേരമാകുമ്പോഴേക്ക് വിശപ്പ്, ദാഹം, വായ്നാറ്റം, ക്ഷീണം, തളർച്ച, കടച്ചിൽ തുടങ്ങി പലതരം അസ്വസ്ഥതകൾ രൂക്ഷത പ്രാപിക്കും. ആകപ്പാടെ തൊട്ടാൽ പൊള്ളും എന്നൊരവസ്ഥ. നോമ്പ് തുറക്കാൻ ഇനിയുമുണ്ട് മണിക്കൂറുകൾ. അസ്വാസ്ഥ്യം വർദ്ധിക്കുകയാണ്. നാക്കിനോ ശരീരത്തിനോ മനസ്സിനോ നിയന്ത്രണം പാലിക്കാൻ കഴിയാതാവുന്നു. എന്തൊരു വിഷമം! എങ്ങനെ തരണം ചെയ്യണം? പലരും ചിന്തിക്കുന്നു. TV, വീഡിയോ മുതലായവയുടെ അസംഖ്യതകളിൽ അല്ലെങ്കിൽ പച്ചമാംസം കടിച്ചിറക്കുന്ന സൊള്ളു കമ്പനിയിൽ സ്വാസ്ഥ്യവും ആനന്ദവും കണ്ടെത്തുകയാണവർ. ഇത് നോമ്പിൻ്റെ ഉദ്ദേശം നഷ്ടപ്പെടുത്തുമെന്ന കാര്യം അപ്പോഴവന് പരിഗണിക്കാനേ കഴിയുന്നില്ല. ചില പ്രദേശങ്ങളിൽ റമദാനിലാണ് മുസ്ലിങ്ങൾക്കിടയിൽ വഴക്കും വക്കാണവും കലഹവും കലാപങ്ങളും മറ്റും കൂടുതൽ സംഭവിക്കുന്നത്. തണുത്താറിയ തർക്കപ്രശ്നങ്ങൾക്ക് റമദാനിൽ ഉത്തേജനം ലഭിക്കുന്നു. പള്ളിയുടെ, മദ്രസയുടെ, സ്കൂളിൻ്റെ, മഹലിൻ്റെ, നാടിൻ്റെ, നാട്ടുഭരണത്തിൻ്റെ, കക്ഷിത്വത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കുത്തിപ്പൊക്കി ഇളക്കിവിടാനുള്ള സന്ദർഭമാണ് റമദാൻ. അതിനാൽ പിശാചിന് നമുക്കിടയിൽ പ്രവർത്തിക്കാൻ ഏറ്റവും അധികം രംഗങ്ങൾ ലഭിക്കുന്നത് റമദാനിലാണ്. റമദാനാണ് പിശാചുക്കളുടെ സീസൺ എന്ന് തന്നെ തോന്നിപ്പോകും. പിശാചുക്കളുടെ ദുഷ്പ്രേരണയിൽപ്പെട്ട് നമ്മുടെ കുറ്റകൃത്യങ്ങൾ പെരുകുന്നു. അങ്ങനെ റമദാനിൽ നരകത്തിൻ്റെ കവാടങ്ങളാണ് നാം കുത്തിത്തുറക്കുന്നത്. നമ്മുടെ സൗഭാഗ്യത്തിനായി റമദാനിൽ അള്ളാഹു പ്രത്യേകം ചെയ്തു വെച്ച എല്ലാ സംവിധാനങ്ങളെയും കൃതജ്ഞതാപൂർവം തിരസ്കരിക്കുക വഴി സ്വർഗ കവാടങ്ങൾ നാം അടച്ചുപൂട്ടുകയും ചെയ്യുന്നു. പിശാചുക്കൾ ബന്ധിക്കപ്പെടുകയും സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടച്ചുപൂട്ടപ്പെടുകയും ചെയ്യുമെന്ന തിരുവചനത്തിന് നേരെ വിപരീതമായ ഒരു അന്തരീക്ഷമാണ് അങ്ങനെ നാം സൃഷ്ടിച്ചു വെക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ നോമ്പ് വെറും ചട്ടക്കൂട് മാത്രമായി പോയി? ചട്ടക്കൂടിനെ ജീവത്താക്കി തീർക്കുന്ന ആന്തരിക വശങ്ങൾ നാം കണക്കിലെടുത്തില്ല. നോമ്പ് വഴി മുത്തക്കിയാകേണ്ടത് എങ്ങനെയെന്ന് നാം ബോധപൂർവം പഠിച്ചില്ല. റമദാനിലെ പ്രത്യേക സംവിധാനങ്ങളെ നാം പരിഗണിച്ചില്ല. ദാഹം, വിശപ്പ് തുടങ്ങിയവ മൂലം ശാരീരികവും മാനസികവുമായുണ്ടാകുന്ന അവശതകളും വിക്ഷോഭങ്ങളും മനുഷ്യന്റെ സമനില തെറ്റിക്കാൻ പോകുന്നതാണെന്നതുപോലെ തന്നെ അവനെ ഉപരിലോകത്തേക്ക് ഉയർത്തിവിടാനും പര്യാപ്തമാണെന്ന കാര്യം നാം ഒട്ടും ശ്രദ്ധിച്ചതേയില്ല. അല്പം ഗൗരവത്തിൽ ചിന്തിച്ചിരുന്നുവെങ്കിൽ മഹാസൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നിടത്ത് അങ്ങനെ കനത്ത നഷ്ടം വില കൊടുത്ത് വാങ്ങുകയാണ് നാം ചെയ്യുന്നത്. വിശപ്പും ദാഹവും കൊണ്ട് ദുർമേധസ്സുകൾ വറ്റി ഉണങ്ങിയ ഒരു ശരീരവും അക്കാരണത്താൽ തന്നെ കുറെയൊക്കെ ലോലവും പക്വവുമായ ഒരു മനസ്സുമാണല്ലോ നോമ്പുകാലത്ത് നമുക്കുണ്ടാകുന്നത്. ഇവിടെ അടിസ്ഥാനപരമായൊരു ചോദ്യം ഉയരുന്നു. അതായത് നാം അടക്കമുള്ള അഖില പ്രപഞ്ചത്തെയും അടക്കി ഭരിച്ചുകൊണ്ടേയിരിക്കുന്ന രാജതമ്പുരാന്റെ നേരെ അസ്വസ്ഥമായ നമ്മുടെ മനസ്സിനെ ഏകാഗ്രതയോടെ ഒന്ന് തിരിച്ചു നിർത്താൻ നമുക്ക് കഴിയില്ലേ? തീർച്ചയായും കഴിയുമെന്നതാണ് ശരി. നേരത്തെ നാം വിവരിച്ച തൊട്ടാൽ പൊള്ളുന്ന അവസ്ഥ നാശത്തിനു മാത്രമേ പ്രയോജനപ്പെടൂ എന്നാരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിപ്പോയി. ആ അവസ്ഥയിലെത്തുന്നത് മനസ്സിൽ ഒട്ടും ദൈവഭയമില്ലാത്ത ഒരു തന്നെ പോറ്റിയാണെങ്കിൽ അത് നാശമേ വർദ്ധിപ്പിക്കൂ എന്നത് ശരിയാണ്. കാരണം അവൻ ഏറ്റവും വലുത് അവൻ തന്നെയാണല്ലോ. തന്നെ ആരും തൊട്ടുപോകരുത്, തൻ്റെ നേരെ ആരും വിരൽ ചൂണ്ടരുത്. ഞാൻ നോമ്പ് നോട്ട് വിഷമിച്ചിരിക്കൊണ്ടിരിക്കുകയാണ്.
ഇഷ്ടമില്ലാത്ത വല്ലതും കണ്ടാൽ ക്ഷമ പാലിക്കാനോ ശരീരത്തെയും മനസ്സിനെയും അടക്കി നിർത്താനോ കഴിഞ്ഞെന്നു വരില്ല. എല്ലാവരും സൂക്ഷിച്ചു കൊള്ളട്ടെ. വല്ലതും സംഭവിച്ചാൽ അവരായിരിക്കും ഉത്തരവാദി. ഏതാണ്ട് ഇങ്ങനെയായിരിക്കും അവൻ്റെ മനോഗതം. ആരുടെ നേരെയും എന്തും ചെയ്യാനുള്ള ലൈസൻസാണ് നോമ്പ് എന്നവൻ ധരിച്ചു വെച്ച പോലെ തന്നെ എല്ലാവരും സാദരം സേവിച്ചു കൊള്ളണം. നോമ്പ് വഴി തനിക്ക് ലഭിച്ച അവകാശമാണത് എന്ന് അവൻ കരുതിയ പോലെ അത്രയ്ക്കും തന്നെ പോറ്റിയായിരിക്കുന്നു അവൻ. ഇത്തരക്കാരിൽ നിന്ന് നാശമല്ലാതെ മറ്റെന്തു പ്രതീക്ഷിക്കാൻ? എന്നാൽ മനസ്സിൽ ദൈവഭയമുള്ള ഒരാളാണ് ആ അവസ്ഥയിൽ, തൊട്ടാൽ പൊള്ളുന്ന അവസ്ഥയിൽ എത്തുന്നതെങ്കിൽ അവൻ്റെ മനോഗതം ഇപ്പറഞ്ഞതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും. അത് ഏതാണ്ടിങ്ങനെ ചിത്രീകരിക്കാം. നോമ്പുകൊണ്ട് വളരെ വിഷമങ്ങൾ അനുഭവിക്കുന്നുവെന്നത് ശരിയാ, പക്ഷേ ഇത് നാഥൻ്റെ കൽപ്പന അനുസരിച്ചത് മൂലമാണല്ലോ. നോമ്പുകൊണ്ടൊരു വിഷമവും അനുഭവിക്കുകയില്ല എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടല്ല, വിഷമങ്ങൾ ഉണ്ടാവുമെന്നറിഞ്ഞും ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടും തന്നെയാണ് നോമ്പനുഷ്ഠിക്കാൻ നമ്മോടവൻ കൽപ്പിച്ചിട്ടുള്ളത്. അതിനാൽ ഈ വിഷമങ്ങളെ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. ദുർബലനായ ഈ അടിമ വിഷമങ്ങളെ ഇങ്ങനെ സ്വാഗതം ചെയ്യുന്നത് കണ്ട് അതാ നാഥൻ ഊറ്റം കൊള്ളുന്നു. ഈ പാപത്തിന് അളവറ്റ അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊടുക്കാൻ ഇതുവഴി അവസരം കിട്ടിയല്ലോ എന്നുകൂടി കണ്ടിട്ടാണ് നാഥൻ ഊറ്റം കൊള്ളുന്നത്. നാഥ, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, എന്നെ ആദ്യ നിമിഷം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും നീ തന്നെ. നിന്റെ കയ്യിലാണ് എൻ്റെ മുഴുവൻ ജീവിതവും, എൻ്റെ മരണവും നിന്റെ കയ്യിൽ തന്നെ. എന്നെ ഞാനിതാ പൂർണ്ണമായും നിന്നിൽ അർപ്പിച്ചിരിക്കുന്നു. നീ എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ ദൃഢമായും വിശ്വസിക്കുന്നു. എൻ്റെ സകല കാര്യങ്ങളും നിന്നെ മാത്രം ഏൽപ്പിക്കുകയാണ്. നീ മാത്രമാണ് എൻ്റെ ഏക ആശ്രയം. നിന്റെ സന്തോഷത്തെ, നിന്റെ പ്രീതിയെ, നിന്റെ സഹായത്തെ, നിന്റെ കടാക്ഷത്തെ മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാം നീ കനിഞ്ഞരുളുമെന്ന ഉറച്ച വിശ്വാസമുണ്ടെനിക്ക്. നാഥ, നീ എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ എനിക്കത് ഓർക്കാൻ പോലും വയ്യ. പിന്നെ ആരാണ് എനിക്കുണ്ടാവുക? നാഥ, നീ അർഹമുർ റാഹിമീനാണല്ലോ. നാഥ, എൻ്റെ ആവശ്യങ്ങൾ, സങ്കടങ്ങൾ, പരാതികൾ ഇതൊക്കെ ഉന്നയിക്കാൻ തന്നെ ഞാൻ അശക്തനാണ്. നാഥ, അതൊക്കെ എന്നെക്കാൾ നന്നായി നിനക്കറിയാമല്ലോ. നാഥ, നിന്റെ അപാരമായ കാരുണ്യത്തിന് മുമ്പിൽ ഈ അടിമ ഒരിക്കലും നിരാശനാവുകയില്ല. നാഥ, നാഥ, നാഥ. ഭക്തന്റെ മനസ്സ് ഇങ്ങനെ ഗമിച്ചുകൊണ്ടിരിക്കെ ചിലപ്പോൾ അവൻ തേങ്ങിക്കരയുന്നുണ്ടാകും, ചിലപ്പോൾ പൊട്ടിക്കരയും, ചിലപ്പോൾ ഹൃദയം ഭയവിഹ്വലമായി വിറയ്ക്കും, ചിലപ്പോൾ ശരീരമാകെ കിടിലം കൊള്ളും, ചിലപ്പോൾ എന്തെന്നില്ലാത്ത ആത്മവിശ്വാസം കൈവരും, ചിലപ്പോൾ അത്യാനന്ദത്താൽ ആറാടുന്നുണ്ടാകും. എന്തുകൊണ്ടാണിതൊക്കെ? നോമ്പ് കൊണ്ട് ഉണങ്ങിയ ശരീരാവസ്ഥയും വിനീതവും പക്വവുമായ മനസ്സും ഉത്കൃഷ്ടമായ ഈ വികാരങ്ങൾക്ക് വളരെയധികം സഹായകമായി ഭവിച്ചതുകൊണ്ട് തന്നെ. ഒരു വശത്ത് തന്നെ പോറ്റി ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന അഗ്നിപർവ്വതം പോലെ പതച്ചു നിൽക്കുമ്പോൾ, മറുവശത്ത് ഭക്തൻ തൻ്റെ നാഥൻ്റെ പൊരുത്തത്തിലേക്ക് അലിഞ്ഞലിഞ്ഞ് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അശ്രദ്ധ വരുത്തുന്ന അബദ്ധങ്ങൾ. ചിലർ നോമ്പ് തുറക്കാൻ ദീർഘനേരം ചെലവഴിക്കുന്നു. അതിനാൽ മഗ്‌രിബ് നിശ്ചിത സമയത്ത് നമസ്കരിക്കാൻ സാധിക്കാതെ വരുന്നു. തൻ്റെ ദേഹേച്ഛാപരവും അശ്രദ്ധവുമായ സമീപനങ്ങൾക്ക് പലതരം ന്യായീകരണങ്ങളും കണ്ടെത്തി സമാധാനമടയുകയും ചെയ്യുന്നു. പകൽ പട്ടിണി കിടക്കുന്നതിന് പകരം രാത്രി മുഴുവനും തീനും കുടിയുമായി കഴിയുന്നതിലായിരിക്കും അത്തരക്കാർക്ക് താൽപ്പര്യം. അതിനാൽ തറാവീഹ് പോലുള്ള നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിൽ തികഞ്ഞ വിമുഖത കാണിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തങ്ങളുടെ അലസമായ നിലപാടുകൾക്ക് പ്രമാണങ്ങളിൽ തെളിവ് പരതുന്ന പ്രവണതയും അത്തരക്കാരിൽ ധാരാളമായി കാണാവുന്നതാണ്. പൈശാചിക പ്രേരണകൾക്ക് വശംവദരാവുന്നതിനാലാണ് ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. നോമ്പ് അനുഷ്ഠിക്കുന്നതോടൊപ്പം നിർബന്ധ നമസ്കാരങ്ങൾ പോലും നിഷ്ഠയോടെ നിർവഹിക്കാൻ ജാഗ്രത പുലർത്താത്ത അപൂർവം ചിലരെയെങ്കിലും സമൂഹമധ്യത്തിൽ കണ്ടെത്താൻ കഴിയും. മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധനായ പിശാചിൻ്റെ ദുർബോധനങ്ങളെ സംബന്ധിച്ച് സദാ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാത്രമേ ഇത്തരം തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഭക്തന്മാരുടെ സമീപനം. ദിക്റിലും പ്രാർത്ഥനയിലും നിരന്തരം നിമഗ്നനായ ഭക്തൻ മഗ്‌രിബ് ബാങ്ക് കേൾക്കുന്നതോടെ 3-4 ഈത്തപ്പഴമോ അല്പം വെള്ളമോ കഴിച്ച് നോമ്പ് തുറക്കുന്നു. പടച്ച തമ്പുരാനെ, നിന്റെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ട് മാത്രം ഞാൻ നോമ്പ് നോറ്റു. നീ നൽകിയ വിഭവം കൊണ്ട് തന്നെ അത് തുറക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നാഥൻ്റെ കൽപ്പന ഭംഗിയായി നിറവേറ്റാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് ആനന്ദം കൊള്ളുന്നു. നോമ്പ് തുറക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആനന്ദാനുഭൂതിയെക്കുറിച്ച് തിരുമേനി അനുസ്മരിച്ചത് അദ്ദേഹം ഓർക്കുന്നു. ഇനി നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഈ നോമ്പ് കാരണമായി തന്നെ മറ്റൊരു മഹാ ആനന്ദവും ലഭിക്കാനുണ്ടല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ കൂടുതൽ ആഹ്ലാദചിത്തനാക്കുന്നു. നോമ്പിൻ്റെ സൽഫലങ്ങൾ എത്ര മഹത്തരം! നോമ്പ് നേരത്ത് ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നത് ശരി തന്നെ. എന്നാൽ അതൊരു വിഷമമായിരുന്നുവെന്ന് അത് തുറക്കുന്നതോടെ തോന്നുകയേയില്ല. ദാഹം ശമിച്ചു, നാഡിഞരമ്പുകൾ നനഞ്ഞു, മഹത്തായ പ്രതിഫലം ഉറപ്പാവുകയും ചെയ്തു ഇൻഷാ അള്ളാ.
എന്ന് സ്വാഭാവികമായും അദ്ദേഹം ഉരുവിടുന്നു. റബ്ബുമായുള്ള മുനാജാത്ത് അഥവാ സ്വകാര്യ സംഭാഷണം അഥവാ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കാമെന്ന് വെക്കാമായിരുന്നു. പക്ഷേ റബ്ബിൻ്റെ ഇംഗിതം അതല്ല. നമ്മുടെ നന്മയ്ക്കായി നോമ്പിലൂടെ നിസാരമായ വിഷമങ്ങൾ ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ച അള്ളാഹു അതിനാവശ്യമായ സമയം ആദ്യമേ നിർണയിച്ചിട്ടുണ്ട്. അതിൽ കവിഞ്ഞ് ഒരു നിമിഷം പോലും നാം വിഷമിച്ചുകൂടാ എന്നതാണ് അവൻ്റെ ഇംഗിതം. നോമ്പ് തുറക്കുന്നതിലൂടെ അനുഭവപ്പെടുന്ന ഈ അവാച്യമായ ആനന്ദ അനുഭൂതിയോടുകൂടിയാകണം ഇപ്പോഴത്തെ മുനാജാത്ത് അഥവാ മഗ്‌രിബ് നമസ്കാരം എന്ന് അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവണം. നോമ്പിൻ്റെ ബാഹ്യ ചട്ടക്കൂട് അഥവാ ഭക്ഷണ പാനീയ സംയോഗ പരിത്യാഗം നോമ്പ് തുറന്നതോടെ മാറ്റിവെക്കപ്പെട്ടു. ഇനി അടുത്ത പ്രഭാതത്തിലെ അത് തിരിച്ചു വരൂ. റമദാനല്ലാത്ത കാലത്ത് ഭക്ഷ്യ പാനീയ സംയോഗങ്ങളിൽ നാം എത്ര സ്വതന്ത്രരാണോ അത്ര തന്നെ സ്വതന്ത്രരാണ് റമദാനിലെ രാത്രി സമയങ്ങളിലും. ആവശ്യവും സന്ദർഭവും അനുസരിച്ച് ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് അവയിൽ ഏർപ്പെടാം. യഥേഷ്ടം തിന്നുകയും കുടിക്കുകയുമൊക്കെ ആകാം, പക്ഷേ അതിർ ലംഘിക്കരുത്. ഇതാണ് ഇസ്ലാമിൻ്റെ പൊതുചട്ടം. എന്നാലൊരു പ്രത്യേക നിർദ്ദേശം ഇവിടെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. നാളത്തെ നോമ്പിന് ഊർജം ശേഖരിക്കാൻ എന്നവണ്ണം പ്രഭാതത്തിന് തൊട്ടു മുമ്പ് വല്ലതും കഴിക്കണം. അതിൽ വലിയ ബർക്കത്തുണ്ടെന്നറിയിച്ചുകൊണ്ട് തിരുമേനി അത് ശക്തമായി പ്രേരിപ്പിച്ചിരിക്കുന്നു. കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു തിരഞ്ഞെടുത്ത മാസമാണ് റമദാൻ. ആഹാരം കഴിച്ച് കഴിയും വേഗം പള്ളിയിലേക്ക് തന്നെ തിരിച്ചു പോകണം. റമദാൻ 1-ാം രാത്രി മുതൽ അവസാനത്തെ രാത്രി വരെ ഒരു സ്പെഷ്യൽ മലക്ക് ആകാശത്തു നിന്ന് നന്മ വർദ്ധിപ്പിക്കുവാനും തിന്മയിൽ നിന്ന് പിന്മാറുവാനും മനുഷ്യനെ ആഹ്വാനം ചെയ്തുകൊണ്ടേയിരിക്കും എന്ന തിരുവചനവും റമദാനിലെ ഓരോ രാത്രിയിലും അള്ളാഹു തൻ്റെ അടിമകളിൽ കുറേ പേർക്ക് നരകമോക്ഷം പ്രഖ്യാപിക്കുകയും അവരെ തൻ്റെ അടുത്ത ആളുകളായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു എന്ന വചനവും നേരത്തെ പറഞ്ഞല്ലോ. ആ വിഭാഗത്തിൽ ഉൾപ്പെട്ടു കിട്ടണമെന്ന അത്യുൽക്കടമായ ആഗ്രഹം ഭക്തജനങ്ങളെ ആവേശം കൊള്ളിക്കുന്നു. പിന്നെ അടുത്ത വർഷത്തേക്കുള്ള നമ്മുടെ ഭാവി ഭാഗധേയങ്ങൾ നിർണയിച്ച് പ്രഖ്യാപിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദറും മാസാന്ത്യത്തിൽ അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി സമാഗതമാവുകയാണല്ലോ. അപ്പോഴേക്ക് കഴിയുന്നത്ര നല്ല ഒരു ജീവിത റെക്കോർഡ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വരണമെന്നും അവർ ശക്തിയായി ആഗ്രഹിക്കുന്നു. ഈ 3 കാര്യങ്ങൾ പകലിൽ നോമ്പനുഷ്ഠിക്കുന്നതിലോ രാത്രി ദീർഘനേരം നമസ്കരിക്കുന്നതിലോ പണമുദാരമായി ചെലവഴിക്കുന്നതിലോ അത്തരം മറ്റ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലോ ഉണ്ടാകാവുന്ന എല്ലാ വിഷമങ്ങളെയും വളരെ ആനന്ദകരമാക്കി മാറ്റുന്നു. അതിന് അള്ളാഹുവിനെ എത്ര തന്നെ സ്തുതിച്ചാലും മതിയാവുകയില്ല. ഇശ കഴിഞ്ഞ് തറാവീഹ് ആരംഭിക്കുകയാണ്. ഭക്തന്മാർ അതിൽ സാവേശം പങ്കെടുക്കുന്നു. എണ്ണമോ വണ്ണമോ അളവോ ഗുണമോ ഒന്നും കണിശമായി നിർണയിക്കാതെ നമ്മുടെ കഴിവിനും സൗകര്യത്തിനും ഈമാനിനും ആവേശത്തിനുമനുസരിച്ച് നിർവഹിക്കാൻ പറ്റിയ വിധം വിട്ടതാണ് റമദാനിലെ രാത്രി നമസ്കാരം. ചിലർ വണ്ണവും ഗുണവും കുറച്ച് എണ്ണം കൂട്ടുന്നുണ്ടാകാം. ചിലർ എണ്ണം കുറച്ച് വണ്ണവും ഗുണവും കൂട്ടുന്നുണ്ടാകാം. ചിലർ എണ്ണവും വണ്ണവും ഗുണവുമൊക്കെ കൂട്ടുന്നുണ്ടാകാം. ചിലരെല്ലാം കുറയ്ക്കുന്നുമുണ്ടാകാം. എല്ലാവരെയും അവരവരുടെ ഹിതത്തിന് വിട്ടേക്കുക. കുട്ടികൾ, യുവാക്കൾ, വൃദ്ധന്മാർ, സ്ത്രീകൾ, പണ്ഡിതർ, പാമരർ, ധനികർ, ദരിദ്രർ, രോഗികൾ തുടങ്ങി സമൂഹത്തിലെ എല്ലാ തട്ടിലുമുള്ളവർ വിഷമങ്ങൾ അവഗണിച്ചുകൊണ്ട് പകൽ പട്ടിണിയായിരുന്നുവെന്ന് തോന്നിപ്പിക്കുക പോലും ചെയ്യാതെ തികഞ്ഞ ആവേശത്തോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തറാവീഹ് നമസ്കാരത്തിന് അണിനിരക്കുന്ന രംഗം ആരെയാണ് പുളകം കൊള്ളിക്കാതിരിക്കുക? എന്താണ് ഇവരെയെല്ലാം ഇങ്ങനെ നിരത്തിയിട്ടുള്ളത്? ഉറച്ച വിശ്വാസത്തോടും തികഞ്ഞ പ്രതീക്ഷയോടും കൂടി റമദാനിൽ നിന്ന് നമസ്കരിക്കുന്നവരുടെ പാപങ്ങൾ ഉറുക്കപ്പെടുന്നതാണ് എന്ന പ്രവാചക വചനം. അല്ലാതെ ഒരൊറ്റ ഭൗതിക ശക്തിക്കും മനുഷ്യരെ ഇவ்விധം അണിനിരത്താൻ കഴിയില്ലെന്ന് തീർച്ച. ഒഴിഞ്ഞു മാറണമെന്നുണ്ടെങ്കിൽ ആരെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തികച്ചും ന്യായമായ കാരണങ്ങൾ ഇവരിൽ മിക്ക പേർക്കുമുണ്ടല്ലോ. വിത്തർ രാത്രിയുടെ അന്ത്യയാമത്തിലാകാം. ഉണരുമെന്നുറപ്പുള്ളവർക്ക് അതാണ് ഏറ്റവും നല്ലതെന്ന് തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രി നമസ്കാരത്തിൻ്റെ അവസാനം ഒറ്റയാക്കണമെന്നും കൽപ്പനയുണ്ട്. റമദാനിലെ നമസ്കാരം ഖിയാമുൽ ലൈൽ കൊണ്ട് മാത്രം തൃപ്തി അടഞ്ഞുകൂടാ. അനുഗ്രഹീതമായ അത്താഴത്തിന് നാം ഉണരുക തന്നെ ചെയ്യുമല്ലോ. പുറമേ വളരെ ഗൗരവമേറിയ ഒരു വസ്തുത കൂടി ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. രാത്രിയുടെ 2/3 ഭാഗം കഴിയുമ്പോൾ അത്യുന്നതനും അനുഗ്രഹ സമ്പൂർണനുമായ രാജതമ്പുരാൻ അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ ചോദിക്കുന്നു: ആരെങ്കിലും എന്നോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ ഉത്തരം ചെയ്യാം. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഞാൻ കൊടുക്കാം. രാജതമ്പുരാൻ ഇவ்விധം സന്നദ്ധനാകുന്ന ആ ശുഭമുഹൂർത്തം മനസ്സിൽ കാണുന്ന ഒരു വിശ്വാസിക്ക് തൻ്റെ വിത്ര നമസ്കാരം അതോടൊപ്പിക്കാതിരിക്കാൻ സാധ്യമാകുമോ? അതിനാൽ അല്പം വിശ്രമിച്ച ശേഷം രാത്രിയുടെ അന്ത്യയാമത്തിലെ ആ ശുഭമുഹൂർത്തത്തിൽ വിത്ര നമസ്കാരം നടത്തുന്നതാണ് ഉത്തമം.
തഹജ്ജുദ് നമസ്കാരത്തിനായി ഉറക്കത്തിലൂടെ ഊർജ്ജസ്വലത വീണ്ടെടുത്ത ശേഷം ഉണർന്നെഴുന്നേറ്റിരിക്കുന്ന ഭക്തനായ വിശ്വാസി മുഖം തുടച്ച് കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തുന്നു. തുടർന്ന് ഗാഠമായ ചിന്തയിൽ ആമഗ്നനാവുന്നു. കണ്ണുകൾ ഉന്നതിയിൽ വട്ടമിടുന്നതോടൊപ്പം ചുണ്ടുകൾ നിശബ്ദമായി മന്ത്രിക്കുന്നു. പ്രപഞ്ചത്തെപ്പറ്റിയുള്ള ചിന്തകളാണ് മനസ്സിൽ അലതല്ലുന്നത്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ആല ഇമ്രാനിലെ അവസാന ഭാഗങ്ങൾ ഓതാറുണ്ടായിരുന്നു. ഈ സൂക്തങ്ങൾ ഓതുകയും എന്നിട്ടതിൽ ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ നശിച്ചത് തന്നെ എന്ന് തിരുമേനി അരുളിയിട്ടുണ്ട്. അതുതന്നെയാണ് ഭക്തനായ വിശ്വാസിയെ ചിന്തയിലാഴ്ത്തുന്നതും. ആർക്കും എക്കാലത്തും ചിന്തിക്കാൻ വേണ്ടത്ര വിഭവങ്ങൾ പ്രപഞ്ച സൃഷ്ടിയിലുണ്ടല്ലോ.